അപ്പം നമ്മളെ കാഫിലയിൽ തന്നെ നമ്മളൊരാൾ അന്വേഷിച്ചു പോയി ആ ആളുടെ ചരിത്രം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വിശ്വസ്തനല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ ചരിത്രം കേൾക്കാൻ പോലും നമ്മൾ തയ്യാറാവില്ല. ഇനി അഥവാ വീഡിയോ ചെയ്തുവെങ്കിലും അത് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ തയ്യാറാകൂല. അതെന്തിനാ മൗലവിങ്ങളാ പറഞ്ഞു തരുന്ന ആളുകളുടെ ഹിസ്റ്ററി തിരഞ്ഞെടുക്കണ്ടേ? അതിന്റെ ആവശ്യമില്ലല്ലോ. കറാമത്ത് കണ്ട് പറഞ്ഞെന്നാല് അത് വിശ്വസിക്കുക, അത് പ്രചരിപ്പിക്കുക, അതല്ല നിങ്ങൾ ഇതിനെ പറഞ്ഞിന്. അതിപ്പോ ഇങ്ങനെ ആയോ? എന്നിട്ട് ആ പറഞ്ഞു തന്ന ആളെ ഹിസ്റ്ററിയൊക്കെ തെരഞ്ഞു പോയി അയാൾ വിശ്വസ്തനാണ് എങ്കിൽ അത് പുറത്തു വിടും, അല്ലെങ്കിൽ വീഡിയോ പിടിച്ചതാണെങ്കിൽ കൂടി അത് പുറത്തു വിടൂലാന്ന്. ഇതന്നല്ല ചങ്ങായി അയവാനെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളോടെ പറഞ്ഞേ. കേട്ടവും കണ്ടൊന്നും വിളിച്ചു പറയരുത്, വിശ്വസ്തത ഉള്ളത് പറയണം. അതാ മൗസൂക്കും ബിഹി ആയ ആള് പറയണം എന്ന് പറഞ്ഞേ. അതന്നെയല്ല പെജും പറഞ്ഞത്. വിശ്വസ്തത ഉണ്ടെങ്കിൽ വിടും, അല്ലെങ്കിൽ വിടൂലെന്നല്ല പെജ് പറഞ്ഞേ. എവിടുന്ന ഈ ഹയവാനൊക്കെ നീച്ചറിഞ്ഞേ? അപ്പൊ ഇത് ആലിമീങ്ങൾ, നമ്മളെ ആലിമീങ്ങൾ പറഞ്ഞപ്പോ കറാമത്ത് പറഞ്ഞതിന് പരിധി വെച്ച് കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ. എന്തൊക്കെയാ ഇവിടെ പ്രചരിപ്പിച്ചിന്? ഇപ്പൊ ആരാ പരിധി വെച്ചത്? ഷർത്ത് വെച്ചില്ലേ? വിശ്വസ്തത ഉള്ളതാണെങ്കിലേ വിടാൻ പറ്റുള്ളൂ എന്ന് ഷർത്ത് വെച്ചില്ലേ? എന്നിട്ട് പിടിച്ചു കൊണ്ടുവന്ന് വരെ ആ പാവം കാഫിലക്കാരനോട് വിടാൻ സമ്മതിച്ചില്ല. എന്താണ് ഒട്ടൂരിയെ?